കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയ ചർച്ചയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറുമായി ഇഞ്ചോടിഞ്ച് നടത്തിയ പോരാട്ടത്തിനുമൊടുവിൽ ശശി തരൂർ വിജയിച്ചു കയറിയതിനു പിന്നാലെ DCCയും KPCCയും തമ്മിലുള്ള കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ശശി തരൂർ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഇപ്പോഴിതാ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായുള്ള ശശി തരൂരിന്റെ ഭിന്നത രൂക്ഷമാകുന്നതായും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിനുള്ള ബന്ധം വളരെയധികം മോശമായ അവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി. തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിന്റ്മെന്റിന് ശ്രമിക്കുന്നുവെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല. ഇത് ശശി തരൂരിനെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചുവെങ്കിലും പാർട്ടിയുമായി അദ്ദേഹം മാനസികമായി അകന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഡൽഹിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം MP-മാരുടെ സത്യപ്രതിജ്ഞാ വേളയിൽ തരൂർ വിദേശയാത്രയ്ക്ക് പോയതും കോൺഗ്രസ് നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തരൂരിന്റെ പ്രചരണത്തിന് രാഹുൽ ഗാന്ധിയും എത്താത്തതും ശ്രദ്ധേയമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശശി തരൂർ പാർട്ടി മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശക്തനായ നേതാവ് ശശി തരൂർ പാർട്ടി മാറുന്നുണ്ടെങ്കിൽ അത് BJPയിലേക്ക് തന്നെയായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്ര നേതൃത്വവുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ശശി തരൂരോ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോ ഇനിയും തയ്യാറായിട്ടില്ല. തരൂരിന്റെ BJPയിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം നടന്നിരുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അതിനിടെ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് അപകീർത്തി കേസിലെ ഡൽഹി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള തന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് തരൂർ സുപ്രീം കോടതിയിലെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശിവലിംഗത്തിലിരിക്കുന്ന തേൾ എന്ന് പരാമർശിച്ചതിനെ തുടർന്നുണ്ടായ അപകീർത്തി കേസിലാണ് തരൂർ നടപടി നേരിടുന്നത്. കേസിലെ നടപടി റദ്ദാക്കാൻ ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച വിസമ്മതിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിൽ ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചിന് മുൻപാകെയാണ് അഭിഭാഷകൻ വിഷയം ഉന്നയിച്ചത്. ചൊവ്വാഴ്ച തന്നെ കേസ് പരിഗണിക്കണമെന്നും അല്ലാത്തപക്ഷം ശശി തരൂർ ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടി വരുമെന്നും തരൂരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ബെഞ്ചിനോട് പറഞ്ഞു. വിഷയത്തിൽ കോടതിക്ക് ഒരു ഇമെയിൽ അയക്കാൻ അഭിഭാഷകനോട് ബെഞ്ച് ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 29-ന് തരൂരിനെതിരായ മാനനഷ്ട കേസ് റദ്ദാക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു. പ്രഥമ ദൃഷ്ട്യാ പ്രധാനമന്ത്രിക്കെതിരെ ശിവലിംഗത്തിലിരിക്കുന്ന തേൾ പോലുള്ള ആരോപണങ്ങൾ നടത്തുന്നത് നിന്ദ്യമാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം.